As decided, we will be placing an order for a MRI machine tomorrow itself. ഇനിയുള്ളത് രാജശേഖരൻ എന്ന ബാഡ്മിന്റൺ പ്ലെയറിന്റെ കോമ്പൻസേഷന്റെ കാര്യമാണ്. ഒരു അനസ്തേഷ്യ കോംപ്ലിക്കേഷൻ എന്ന നിലയിൽ വളരെ വിരളമാണെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ് ഈ പാരാലിസിസ്. അതിനെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസായി കണക്കാക്കി അവർ ചോദിക്കുന്ന ഏത് കോമ്പൻസേഷനും കൊടുക്കാൻ യാതൊരു ബാധ്യതയും ഹോസ്പിറ്റലിന് ഇല്ല എന്നാണ് ബോർഡിന്റെ തീരുമാനം. അല്ല, ഇതെന്താ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നത്? ഡിസ്ചാർജ് ഷീറ്റ് തന്നു. ഡിസ്ചാർജ് ഷീറ്റാ? കോമ്പൻസേഷൻ തരാത്തത് മാത്രമല്ല, ഇത്രയും നാൾ ചികിത്സിച്ചതിന്റെ ഒരു ബില്ല് കൂടെ തന്നു. 70,000 രൂപ. ബാഡ്മിന്റൺ കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇനിയിപ്പൊ ഞാൻ രാജേട്ടനെ നോക്കാൻ വേണ്ടിയെങ്കിലും. ഒരു സിമ്പിൾ പാറ്റലർ ഓപ്പറേഷൻ നടത്തിയ ഒരു പേഷ്യന്റിന് പാരാലിസിസ് സംഭവിച്ചാൽ അത് അനസ്തേഷ്യയുടെ കോംപ്ലിക്കേഷൻ അല്ല, അനസ്തെറ്റിസ്റ്റിന്റെ കുഴപ്പം തന്നെയാണ്. അതല്ലെന്ന് ഡോക്ടർ നജീബിന് എന്റെ മുഖത്ത് നോക്കി പറയാം. ഡോക്ടർ റോയ്, വാട്ട് ഈസ് ദിസ്? നാളെ നിങ്ങൾക്ക് സംഭവിച്ചു കൂടാന്നില്ലല്ലോ. നമ്മളിൽ ഒരാൾക്ക് ഒരു കയ്യബദ്ധം സംഭവിച്ചാൽ നമ്മൾ ഡോക്ടേഴ്സ് ഒരുമിച്ച് നിൽക്കണം. യെസ്, നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രസ്റ്റേജിന്റെ പ്രശ്നം കൂടായത്. റോയ് ഇരിക്കെ. എന്നെ അങ്ങനെ ആരും ഇരുത്തൊന്നും വേണ്ട. വർഗസ്നേഹത്തിനും പ്രസ്റ്റീജിനും ഞാൻ കൂട്ടേൽക്കണം അല്ലേ? നിങ്ങൾക്ക് വെറും ഒരു കയ്യബദ്ധം. പക്ഷെ ആ ചെറുപ്പക്കാരന് നഷ്ടപ്പെട്ടതോ വരാനിരിക്കുന്ന കരഘോഷങ്ങളുള്ള 100 കളിക്കളങ്ങൾ. മാത്രമല്ല, അയാളെ വിശ്വസിച്ച് അയാളോടൊപ്പം ഇറങ്ങി പുറപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതവും. ഒരു ചെറിയ മുടന്തുമായി വന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ കുറ്റം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത സ്ഥിതിയിലാക്കിയിട്ട് ഒരു ചെറിയ കോമ്പൻസേഷൻ പോലും കൊടുക്കാൻ തയ്യാറാകാതെ വീണ്ടും ചികിത്സിച്ചിട്ട് അതും കൂടെ കൂട്ടി 70,000 രൂപയുടെ ബില്ലും. കൊള്ളാം, വെരി ഗുഡ്, വെരി ഗുഡ് ഡോക്ടർ. 5 കോടി രൂപയോളം മുതൽ മുടക്കി ഇന്ത്യയിൽ മറ്റൊരു ഹോസ്പിറ്റലും ഇല്ലാത്ത മോസ്റ്റ് മോഡേൺ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇവിടെ ഉള്ളത്. അത് മുതലാക്കണമെങ്കിൽ ഗുഡ് ബിസിനസ് അക്യൂമെന്റ് ഡോക്ടർ. അത് മുതലാക്കണമെങ്കിൽ നിസ്സാര രോഗങ്ങൾക്ക് പോലും ECGയും സ്കാനിങ്ങും MRIയും എന്തിന് ഇവിടെ എന്തെല്ലാം യന്ത്രങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ടോ അവയെല്ലാം കൂടെ പ്രവർത്തിപ്പിച്ചിട്ട് താങ്ങാനാവാത്ത ബില്ല് പാവപ്പെട്ട രോഗികളുടെ തലയെ കെട്ടിവെക്കണം അല്ലെ? കൊള്ളാം, ആതുര സേവനം. കൊള്ള പലിശയ്ക്ക് കടം കൊടുത്ത് കാശുണ്ടാക്കുന്ന ബ്ലേഡ് കമ്പനിക്ക് ഇതിലും എത്രയോ ഭേദമാണ് ഡോക്ടർ. മാനേജ്മെന്റിന്റെ ഭാഗമെന്ന നിലയിൽ ഇതൊക്കെ മനസ്സിലാക്കി കുറെയൊക്കെ ബിസിനസ് കൂടി നോക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ് ഡോക്ടർ. ഐ എം സോറി ഡോക്ടർ മാർക്കോസ്. 1ാം ക്ലാസ് മുതൽ FRCS വരെ അഡ്മിഷനും ഡിഗ്രിയും അപ്പന്റെ കാശിന്റെ ബലത്തിൽ വാങ്ങിച്ചിട്ടുള്ള തനിക്ക് ഇതൊരു ബിസിനസ്സാണ്. കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഞാൻ പാസ്സായത്. എനിക്കിതൊരു ബിസിനസ് അല്ല, സ്നേഹവും സേവനവും മാത്രമാണ്. സ്നേഹവും സേവനവും മാത്രമാണ് ഉദ്ദേശമെങ്കിൽ വല്ല സർക്കാർ ആശുപത്രിയിലും പോയി ജോലി നോക്കുന്നതായിരിക്കും. പകൽ മുഴുവൻ സർക്കാർ സേവനവും വൈകുന്നേരങ്ങളിൽ പ്രൈവറ്റ് പ്രാക്ടീസുമായി പാവപ്പെട്ട രോഗിയിൽ നിന്നും ഫീസ് ഞെക്കി പിഴിഞ്ഞു വാങ്ങുന്ന കഴിവന്മാരെ കണ്ടു മടുത്തിട്ടാണോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്? മെഡിക്കൽ ഡിഗ്രി കയ്യിൽ കിട്ടുമ്പോൾ നമ്മളൊക്കെ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്, ഹിപ്പോക്രാറ്റ്സ് ഓത്ത്. I swear by Apollo physician that I will use treatment to help the sick according to my ability and judgment, but I will never use it to injure or wrong them. മനുഷ്യനെ ശുശ്രൂഷിക്കേണ്ട ആതുര ശുശ്രൂഷകൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട കൽപ്പനകൾ ഒന്ന്, അതിൽ ഒന്നുപോലും ഓർമ്മയില്ലാത്ത തന്നെ പോലുള്ളവരാണോ ഈ മെഡിക്കൽ പ്രൊഫഷനെ ഇത്തരം തരം താഴ്ന്ന ഇറച്ചി കച്ചവടമാക്കി? നിർത്തണം ഡോക്ടർ റോയ്, മൈൻഡ് യുവർ വേർഡ്സ്. യെസ് ഡോക്ടർ, ഐ മൈൻഡ് മൈ വേർഡ്സ്. അവസാനമായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഈ സ്ഥാപനത്തിലൂടെ കോടികൾ ലാഭമുണ്ടാക്കുന്ന നിങ്ങൾ ഈ കേസിലെങ്കിലും അല്പം കാരുണ്യം കാണിച്ചില്ലെങ്കിൽ അവർ നിങ്ങൾക്കെതിരായി കേസുമായി പോയാൽ കോടതിയിൽ അവർക്ക് വേണ്ടി വാദിക്കാൻ ഈ ഞാനും ഉണ്ടാവും. ഡോക്ടർ റോയ് മാത്യു, മൈൻഡ് യു. ലില്ലി മലർക്ക് കൊണ്ടാട്ടം. ഹലോ, തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ ബാഡ്മിന്റൺ പ്ലെയറിന് കോമ്പൻസേഷൻ കൊടുക്കാൻ തന്നെ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. ഹി വാസ് ആൻ എക്സലന്റ് പ്ലെയർ, യു നോ. താൻ വാദിച്ചുകൊണ്ട് മാത്രമാണ് അത് നടന്നത്. പക്ഷെ ഒരു കാര്യം, ഈയിടെയായി താൻ അല്പം ഓവറാവുന്നുണ്ട്. കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ എപ്പോഴും ഓവറായിട്ടേ തോന്നൂ. എന്റെ ഈ ഡോക്ടർ കുപ്പായത്തിനുള്ളിലെ സാധാരണക്കാരന് മനുഷ്യന്റെ കണ്ണീര് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നവരോട് പ്രതികരിക്കാതിരിക്കാനാവില്ല. താൻ പ്രതികരിച്ചോടോ, ബട്ട് ഡോണ്ട് ബി സോ ഹാർഷ്.
I am sorry. I can't help it, doctor. ഡോക്ടർ, Yes? പാർവതിയുടെ കേസിൽ ഡോക്ടർ മിസ് ചെയ്തൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ഞാൻ കണ്ടുപിടിച്ചു. What's it? ഐ ഗോട്ട് എ റെയർ മാമ. ഐ തിങ്ക് ഇറ്റ്സ് കേസ് ഓഫ് Phallus tetralogy. Without any test, that was my diagnosis, doctor. മെഡിക്കൽ ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയ കാലത്ത് ഹൃദയസ്പന്ദനം ശ്രവിച്ചും നാഡീവ്യൂഹം തൊട്ടുനോക്കിയും രോഗം നിർണയിച്ചിരുന്ന സുശ്രുതനും ചരകനും ഒക്കെ ജീവിച്ചിരുന്ന നാടാണിത്. അവർക്കൊന്നും എക്സ്റേയും CT സ്കാനും ECG ഒന്നും വേണ്ടിയിരുന്നില്ല രോഗം കണ്ടുപിടിക്കാൻ. ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ ടെസ്റ്റുകൾ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? എന്നോട് കൺസൾട്ട് ചെയ്യാതെ ഇത്രയും ടെസ്റ്റുകൾ എടുക്കാൻ ആനയോട് ആരാണ് പറഞ്ഞത്? അതാണ് തെറ്റ്. നമ്മുടെ പ്രൊഫഷന് ഒരു പാരമ്പര്യമുണ്ട്. എത്ര ഡിഗ്രികൾ വാരിക്കൂട്ടിയാലും വർഷങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് ബുക്കുകളിൽ ഇല്ലാത്ത 1000 അറിവുകൾ നേടിയ ഡോക്ടർക്ക് ഗുരുവിന്റെ സ്ഥാനമാണ്. ആ ഗുരുത്വമാണ് എനിക്കില്ലാതെ പോയത്. രോഗം നിർണ്ണയിക്കാനുള്ള ഒരു ഡോക്ടറുടെ തിടുക്കമോ അല്ലെങ്കിൽ രോഗിക്ക് എത്രയും വേഗം രോഗം മാറിക്കാണാനുള്ള ഒരു ഡോക്ടറുടെ ആകാംക്ഷ ഒന്നുമല്ല ഞാൻ അനിൽ കണ്ടത്. മറിച്ച് താൻ പഠിച്ചത് മുഴുവൻ എന്റെ മുമ്പിൽ വിളമ്പാനുള്ള ഷോ ഓഫ്, അത്രമാത്രം. അല്ല ഡോക്ടർ, ആ കുട്ടിയുടെ നില ഐ നോ ഏത് നിമിഷവും പൊട്ടാവുന്ന ഒരു ഹൃദയ ധമനിയുമായിട്ടാണ് ആ കുട്ടി ജീവിക്കുന്നത്. പിന്നെ ഒരു ഓപ്പറേഷൻ, ഇറ്റ്സ് സോ ക്രിട്ടിക്കൽ. വെറും 1% ചാൻസ്. ആ റിസ്കിൽ ഓപ്പറേഷൻ ഒരു ട്രീറ്റ്മെന്റ് അല്ല, പരീക്ഷണമാണ്. എന്താ പാറക്കുട്ടി? എന്താ മോളെ, എന്ത് പറ്റി? ഞാൻ കേട്ടു. എന്റെ അമ്മ മരിച്ചു പോയത് ഇനി ഒരിക്കലും വരില്ലല്ലേ. ഇതിന്റെ പാറക്കുട്ടിയുടെ കള്ളം പറഞ്ഞു. മോള് കരയല്ലേ? പാറക്കുട്ടി കരയെന്ന് വെച്ചല്ലേ അങ്കിള് പറയാതിരുന്നത്? പാറക്കുട്ടി കരയുന്നത് അങ്കിളിന് ഇഷ്ടമല്ല. ഇനി പാറക്കുട്ടിക്ക് ആരുമില്ല അങ്കിൾ. പാറക്കുട്ടിക്ക് ആരുമില്ല എന്ന് ആരാ പറഞ്ഞത്? ഈ അങ്കിളില്ലേ? ഈ അങ്കിളിനും ആരുമില്ല. പാറക്കുട്ടിക്ക് അങ്കിളും അങ്കിളിന് പാറക്കുട്ടി. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വാ. നമുക്ക് എനിക്കങ്ങനെ പറയത്തക്ക ക്ഷീണമൊന്നുമില്ല. ആ പല്ലുമേടെ പോയി 2 വൈനടിച്ചാ മാറാത്തതാ. ഡോക്ടർ, പാർക്കുട്ടി ഗ്യാസ്പിംഗ് ആണ്. ഇറ്റ്സ് ആൻ എമർജൻസി. Bring her to the operation theatre immediately. യെസ് ഡോക്ടർ. കറണ്ട് പോയപ്പോ ജനറേറ്റർ വർക്ക് ചെയ്യാത്തെന്താ? പറയണോ? പറഞ്ഞ എന്റെ പണി പോകും. പറഞ്ഞില്ലേ എന്നെ കൊന്നുകളയും. പ്രൊഫഷണൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററാണ് മിടുക്ക് കാണിക്കേണ്ടത്. അല്ലാതെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ വെളിച്ചെരുട്ടാക്കിയിട്ടില്ല. നിന്നെ പോലെ ചെറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിയും. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ
അറിയാവില്ലേ ഐ ഫിനിഷ് യു. കത്തി കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ മാത്രമല്ല കുത്തി കീറിക്കളയും നിന്നെ. പുറത്ത് നേരെ ഇല്ലടാ. ഒരുപാട് പേഷ്യൻസ് പുറത്ത് കാത്തിരിപ്പുണ്ട് ആദ്യ ശുശ്രൂഷനെ കാണാൻ. യു അൺസ്ക്രൂപ്പിളസ് ബുച്ചർ. പാറക്കുട്ടി, പാറക്കുട്ടി, ഏയ് പേടിക്കണ്ട, ഡോക്ടറെങ്കിൽ ഇവിടെ തന്നെയുണ്ട്. വേദനയുണ്ടോ? സാരമില്ല, ഡോക്ടറെങ്കിൽ ഉറങ്ങാൻ ഒരു മരുന്ന് തരാം. അത് കഴിക്കുമ്പോൾ എല്ലാം ശരിയാവും. ഉം? Okay. സത്യത്തിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞുവെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. പക്ഷേ ഇനിയും ഏറെ പഠിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കറണ്ട് പോയപ്പോ ഇനി വിധി മറിച്ചാണോ എന്ന് ഞാൻ പേടിച്ചു. പക്ഷെ അവസരത്തിൽ ഒത്തുയർന്ന ആനിയുടെ മനസാന്നിധ്യം, ആ വെളിച്ചമാണ് എനിക്ക് ധൈര്യം പകർന്നു. പാറക്കുട്ടിയെ നഷ്ടപ്പെട്ടാൽ കരയാനും തിരിച്ചു കിട്ടിയാൽ സന്തോഷിക്കാനും ഈ ലോകത്ത് ഞാൻ മാത്രം. ഇങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കിടാൻ കൂടെ ആരെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പോകുന്നു. താങ്ക് യു. പാറുക്കുട്ടിക്ക് ഡോക്ടറിലൂടെ കിട്ടിയ ഈ ഭാഗ്യം ഡോക്ടർക്കും തിരിച്ചു കിട്ടാതിരിക്കില്ല.